ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന പാഠത്തില് ശ്വസനം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. വിസർജനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വിസർജനത്തിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം അല്ലെ വൃക്കയും അതിനകത്തുള്ള നെഫ്രോണുകളെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂത്രം രൂപപ്പെടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തില് രക്തത്തെ അരിച്ചല്ലേ, നെഫ്രോണുകളാണ് രക്തത്തെ അരിച്ചിട്ട് മൂത്രം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, മൂത്രം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഈ മൂത്രം ഉണ്ടാവുന്നത്. ആ മൂത്രം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. വൃക്കകളിലെ അതിസൂക്ഷ്മ അരിപ്പകൾ എപ്രകാരമാണ് രക്തത്തെ അരിച്ച് മാലിന്യങ്ങളെ പുറംതള്ളുന്നത്? എങ്ങനെയാണ് ഈ അതിസൂക്ഷ്മ അരിപ്പകളായിട്ടുള്ള നെഫ്രോണുകള് രക്തത്തിനെ അരിച്ചിട്ട് അതിനകത്ത് മാലിന്യങ്ങളെ മാത്രം പുറത്തേക്ക് കളയുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് 3 സ്റ്റെപ്പുകളായിട്ടാണ് അത് നടക്കുക. ആദ്യത്തെ സ്റ്റെപ്പാണ് സൂക്ഷ്മ അരിക്കൽ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ. സൂക്ഷ്മ അരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ നന്നായിട്ട് അരിക്കുക അല്ലെ, സൂക്ഷ്മമായിട്ട് നമ്മളൊരു കാര്യം സൂക്ഷ്മമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അല്ലെ സൂക്ഷ്മ ജീവികൾ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം സൂക്ഷ്മ അരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മമായിട്ട് അത്രയും ചെറിയ രീതിയിൽ എന്താക്കുക അരിക്കൽ, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു അരിക്കലാണ് അവിടെ നടക്കുന്നത്. അപ്പം രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. ഇതിന്റെ ഫലമായി ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്, അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു. അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും വ്യാസ വ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. അപ്പൊ നമ്മള് സൂക്ഷ്മ അരിക്കലിനകത്ത് എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്? സൂക്ഷ്മ അരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഇവിടെ നമുക്ക് എന്തുണ്ടായിരുന്നു? ഗ്ലോമറുലസ് ഉണ്ട് അല്ലെ, ഈ ഒരു ബോമൻസ് ക്യാപ്സ്യൂള് അവിടെ എന്തുണ്ട്? ഗ്ലോമറുലസ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ വൃക്കാനളികയുണ്ട് അല്ലെ, വൃക്കാനളികയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ശേഖരണ നാളിയുണ്ട് അല്ലെ, ശേഖരണ നാളിയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ബേസിക് ആയിട്ട് നെഫ്രോണിന്റെ ചിത്രം. ഇവിടെ അഫറന്റ് നാളി വരുന്നുണ്ട്, അഫറന്റ് വെസൽ അല്ലെ, അഫറന്റ് വെസൽ. ഇവിടെ ഇഫറന്റ് വെസൽ, അഫറന്റ് വെസൽ ഉണ്ട്, ഇഫറന്റ് വെസൽ ഉണ്ട്. ഈ അഫറന്റ് വെസലിൽ നിന്ന് ഇഫറന്റ് വെസലിലേക്ക് ഇവിടെ എന്തുണ്ട്? ഗ്ലോമറുലസ് ഉണ്ട് അല്ലെ, ഗ്ലോമറുലസ് ഉണ്ട്. ഗ്ലോമറുലസ് ഉണ്ട്. ഈ അഫറന്റ് വെസലാണ് കുറച്ചും കൂടെ വ്യാസ വ്യത്യാസമുണ്ട്. ഈ ഒരു അഫറന്റ് വെസലും ഇഫറന്റ് വെസലും നോക്കുമ്പോൾ അഫറന്റ് വെസലിന് കുറച്ച് വ്യാസ വ്യത്യാസമുണ്ട് ഇഫറന്റ് വെസലിനെ വെച്ച് നോക്കുമ്പോൾ. ഈ ഒരു വ്യാസ വ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദമാണ് നമ്മളുടെ ഈ ഒരു അരിക്കൽ പ്രക്രിയയെ സഹായിക്കുന്നത്. അപ്പം ഇങ്ങനെ മർദ്ദത്തിൽ വരുന്ന സമയത്ത് ഗ്ലോമറുലസിൽ നിന്നും എന്താ ചെയ്യുന്നത്? അരിച്ചു മാറ്റപ്പെടുന്നുണ്ട്, ഒരു ദ്രാവക ഭാഗം കിട്ടും അല്ലെ. അരിച്ചിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു അരിക്കൽ നടന്നിട്ട് ഇവിടെ ഒരു ദ്രാവക ഭാഗം ഫോം ചെയ്യും. ആ ദ്രാവകത്തെ നമ്മൾ പറയണ പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പം ഇവിടെ വെച്ചാണ് അരിക്കൽ നടക്കുന്നത് അല്ലെ, സൂക്ഷ്മ അരിക്കൽ. വെറും അരിക്കലല്ല, എന്തരിക്കലാണ്? സൂക്ഷ്മ അരിക്കൽ നടക്കുന്നു. ഈ സൂക്ഷ്മ അരിക്കൽ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഇപ്പം ഗ്ലോമറുലസിൽ വെച്ചിട്ട് അരിക്കൽ പ്രക്രിയ നടന്നിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ നടന്നിട്ട് ഉണ്ടാവുന്ന സാധനമാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ക്ലിയർ ആണോ? യെസ്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനെ പറ്റി പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്, അപ്പൊ നമ്മൾ സൂക്ഷ്മ അരിക്കൽ കഴിഞ്ഞു. രണ്ടാമത് നടക്കുന്നതാണ് പുനരാകിരണം അല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ. പുനരാകിരണം അഥവാ റീഅബ്സോർപ്ഷൻ. എന്താ പുനരാകിരണം അല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നു. അപ്പം ഇവിടുന്ന് ഒഴുകുന്ന സമയത്ത് വേണ്ട കാര്യങ്ങൾ, അപ്പം ഫിൽട്രേഷൻ നടക്കുന്ന സമയത്ത് അത്രയും സൂക്ഷ്മമായിട്ടുള്ള അരിക്കൽ നടക്കുമ്പോഴും ചില വലിയ തന്മാത്രകൾ അല്ലെ നമുക്ക് വേണ്ട ആൾക്കാരുണ്ട്. ഗ്ലൂക്കോസ് ആണെങ്കിലും കുറെ ജലമൊക്കെ നമുക്ക് ശരീരത്തിൽ വേണ്ട ആൾക്കാരുണ്ട് അല്ലെ, കുറെ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ശരീരത്തിൽ വേണ്ട സാധനവും ചിലപ്പോൾ എന്ത് ചെയ്യും, അരിക്കപ്പെടും. അപ്പം അരിക്കുന്ന സമയത്ത് എല്ലാം അരിക്കും, പക്ഷെ എല്ലാം നമുക്ക് മൂത്രമായിട്ട് കളയാൻ പറ്റുമോ? നമുക്ക് വേണ്ട ഗ്ലൂക്കോസും ബാക്കി സാധനങ്ങളൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂത്രത്തിലൂടെ കളയാൻ വേണ്ടി പറ്റില്ല. അപ്പം അരിച്ച സാധനങ്ങൾ മുഴുവനായിട്ടും കളയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേണ്ട സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? പുനരാകിരണം ചെയ്യും. പുനരാകിരണം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പുനരാകിരണത്തില് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അഫറന്റ് വെസൽ വരുന്നുണ്ട് അല്ല, ഇവിടെ ഗ്ലോമറുലസ് ആണ്, എന്നിട്ട് ഇഫറന്റ് വെസലായിട്ട് വന്നിട്ട് നമ്മളുടെ ഈ നെഫ്രോണിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ കുറെ നെഫ്രോണിന്റെ ഉള്ളിൽ കൂടെ ഈ കറുത്ത കളറിൽ കാണുന്നില്ലേ, ഈ കറുത്ത കളറിലേക്ക് ഇവിടുന്ന് ഫിൽട്ടർ ചെയ്യുന്ന സാധനം എങ്ങോട്ടേക്കാ വരിക? ഈ വൃക്കാനളിക വഴി വരും അല്ലെ, ഈ വെള്ള കളറിൽ കാണിച്ചിട്ടുള്ള വൃക്കാനളിക വഴി വരും ഫിൽട്ടർ ചെയ്ത മുഴുവൻ സാധനങ്ങളും. അതിൽ നിന്നും നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഈ എഫറന്റ് വെസലിന്റെ കുറച്ച് ഇവിടെ ഇങ്ങനെ വരുന്നില്ലേ, ആ ഭാഗത്തേക്ക് പുനരാകിരണം ചെയ്യും. അപ്പം പുനരാകിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വൃക്കാനളികയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുനരാകിരണം നടക്കുന്നത്. ഈ ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത സാധനം വൃക്കാനളികയിലേക്ക് ഇങ്ങനെ വരും. ഈ വൃക്കാനളികയിൽ വരുമ്പം നമുക്ക് വേണ്ട സാധനങ്ങള് ഈ രക്തക്കുഴലുകൾ ഉണ്ട് അല്ലെ, ഇവിടെ ഈ രക്തക്കുഴലിലേക്ക് എന്തായി പോവും? പുനരാകിരണം ചെയ്യും. ഈ രക്തക്കുഴലിലേക്ക് ഈ വൃക്കാനളികയിൽ നിന്ന് എന്ത് ചെയ്യും? പുനരാകിരണം ചെയ്യും. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യും? പുനരാകിരണം ചെയ്യും. അപ്പം അതാണ് പുനരാകിരണം എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് നമ്മള് ആദ്യത്തത് സൂക്ഷ്മ അരിക്കലായിരുന്നു, രണ്ടാമത്തെ ഭാഗമാണ് പുനരാകിരണം. മൂന്നാമത്തെ ഭാഗമാണ് ശ്രവണം അല്ലെങ്കിൽ സെക്രീഷൻ. ശ്രവണം അല്ലെങ്കിൽ സെക്രീഷൻ. എന്താ അവിടെ നടക്കുന്നത്? രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനളികയിലേക്ക് ശ്രവിക്കപ്പെടുന്നു. ഇതേ സാധനം നമ്മുടെ രക്തത്തില് അധികമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് പുറത്തേക്ക് കളയണം അല്ലെ. പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ വൃക്കാനളികയിലേക്ക് നമുക്ക് എന്തെങ്കിലും വേണ്ടാത്ത സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടേക്ക് ശ്രവിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് മൂത്രം രൂപപ്പെടുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്തായിരുന്നു? സൂക്ഷ്മ അരിക്കലായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? പുനരാകിരണം അല്ലെ. നമ്മളെല്ലാം അരിച്ചു കളഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേണ്ട സാധനം ഉണ്ടെങ്കിൽ അതിനെ നമ്മള് പുനരാകിരണം ചെയ്യും. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണ് ശ്രവണം അല്ലെ. നമുക്ക് വേണ്ടാത്ത സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും? ശ്രവിക്കും, അങ്ങോട്ടേക്ക് ശ്രവിക്കും, വൃക്കാനളികകളിലേക്ക് ശ്രവിക്കും. ഇങ്ങനെ സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണം, ശ്രവണം എന്നിങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഗ്ലോമറുലാർ, ഞാൻ പറഞ്ഞു ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൂക്ഷ്മ അരിക്കൽ കഴിഞ്ഞുണ്ടാവുന്ന ദ്രാവക ഭാഗമാണ് അല്ലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റില് എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ട്? ജലം ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡുകൾ ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയോണുകൾ ഉണ്ട്, വിറ്റാമിനുകൾ ഉണ്ട്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. അപ്പം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന അരിച്ചെടുക്കുന്ന സാധനം അല്ലേ. ആ അരിച്ചെടുക്കുന്ന സാധനത്തില് ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, വിറ്റാമിൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഫുൾ ഫിൽട്രേറ്റ് ആയ സാധനം മുഴുവൻ കളയാൻ വേണ്ടി പറ്റുമോ? മൂത്രമായിട്ട് കളയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല അല്ലെ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്, നമുക്ക് ചുമ്മാ കളയാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പുനരാകിരണം ചെയ്യും. ഈ യൂറിയ, യൂറിക് ആസിഡ് ഒക്കെ എന്താണ്? വേസ്റ്റ് ആണ് അല്ലെ. അമോണിയ മാറില്ല. അമോണിയ കരളിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടെ ചേർന്നിട്ടാണ്
യൂറിയ ആയിട്ട് മാറിയിട്ടല്ലേ നമ്മൾ യൂറിയ പുറത്തേക്ക് വിടുന്നത്. വിഷമയമായിട്ടുള്ള അമോണിയേനെ വിഷാംശം കുറവുള്ള യൂറിയ ആക്കിയിട്ട് മാറ്റും അല്ലെ. അപ്പം ഇത്രയും സാധനങ്ങൾ, ഈ ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, അല്ലെങ്കിൽ കാൽഷ്യം, അയോൺസ്, വിറ്റാമിൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണ്ട സാധനങ്ങളാണ്. അതിനെ നമുക്ക് കളയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മള് പുനരാകിരണം ചെയ്യും. അപ്പം പുനരാകിരണം ചെയ്ത് ശ്രവണം അല്ലെ, നമുക്ക് വേണ്ടാത്ത കുറെ സാധനങ്ങൾ നമ്മൾ ശ്രവണവും ചെയ്യും അല്ലെ, സെക്രീഷനും ചെയ്യുന്നുണ്ട്. ഈ പുനരാകിരണവും ശ്രവണവും കഴിഞ്ഞതിന് ശേഷമുള്ള മൂത്രം അല്ലെ, നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അല്ല ഇത്, അതിനെ നമ്മൾ എന്താ വിളിക്കുക, മൂത്രം അല്ലെങ്കിൽ യൂറിൻ ആണ് അല്ലെ. ആ യൂറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ജലമുണ്ട്, യൂറിയ ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട് അല്ലെ, NaCl. നിങ്ങൾ ഇവരൊക്കെ കെമിസ്ട്രിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് K അല്ലെ, പൊട്ടാസ്യം ക്ലോറൈഡ്, KCl. പിന്നെയോ കാൽഷ്യം ഉണ്ട്, ലവണങ്ങളുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് ഇവയൊക്കെ അല്ലെ. യൂറിയ, ക്രിയാറ്റിൻ ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ നമ്മള് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയും. അപ്പൊ മൂത്രത്തിലുള്ള ഘടകങ്ങളാണ് ഇവ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള ഘടകങ്ങളാണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വൈറ്റാമിൻസ് ഒക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് മൂത്രത്തിലെ ഘടകങ്ങൾ മനസ്സിലായോ? മെയിൻ ആയിട്ടും വേസ്റ്റുകളാണ് അല്ലെ, നമുക്ക് കളയേണ്ട വേസ്റ്റുകളാണ് മൂത്രത്തിലെ ഘടകങ്ങൾ. അങ്ങനത്തെ ലവണങ്ങളാണ് മൂത്രത്തിൽ കൂടുതലായിട്ടും ഉള്ളത്. സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു ഉപ്പ് രസം യൂറിന് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, എന്താണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച സാധനം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് എന്തുണ്ട്? ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അതിനകത്ത് ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിനകത്ത് വിട്ടിട്ടുണ്ടായിരിക്കും. താഴത്തെ ഭാഗത്തുനിന്ന് എടുത്തിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. നമ്മളത് ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ശരീരത്തില് നടക്കുന്നത്. ഓക്കെ, അപ്പം മഹാധമനി വരുന്നുണ്ട് അല്ലെ. മഹാധമനി എവിടെ നിന്ന് വരുന്നതാണ്? മഹാധമനി അയോട്ട എവിടുന്നാണ് വരുന്നത്? ഹൃദയത്തിന്റെ ഇടതേ വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വരുന്നുണ്ട്. ആ മഹാധമനിയിൽ നിന്നാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് പോകുന്നത്? രക്തം പോകുന്നത്. അപ്പൊ മഹാധമനി തന്നെയാണ് വൃക്കയിലേക്ക് രക്തം കൊടുക്കുന്നത്. ആ ധമനിയെ നമ്മൾ വൃക്കാധമനി എന്ന് പറയും അല്ലെ. അപ്പൊ മഹാധമനിയുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ശാഖയാണ് വൃക്കാധമനി അല്ലെ. വൃക്കാധമനി എങ്ങോട്ടേക്ക് മാറും? ഗ്ലോമറുലസിലേക്ക് പോകും അല്ലെ. അഫറന്റ് വെസലായിട്ട് ഗ്ലോമറുലസിലേക്ക് പോകും. അവിടെ എന്ത് നടക്കും? ഗ്ലോമറുലസിൽ വെച്ചിട്ട് സൂക്ഷ്മ അരിക്കൽ നടക്കും അല്ലെ. ഗ്ലോമറുലസിൽ വെച്ചിട്ട് സൂക്ഷ്മ അരിക്കൽ നടക്കും. സൂക്ഷ്മ അരിക്കൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കിട്ടും അല്ലെ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കിട്ടും. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നേരെ എങ്ങോട്ടേക്കാ? ആ കപ്പ് ഷേപ്പിലുള്ള ഗ്ലോമറുലസിന്റെ അല്ലെങ്കിൽ ബോമൻസ് ക്യാപ്സ്യൂളിൽ അവിടെ ഫിൽട്രേഷൻ നടന്നിട്ട് നേരെ താഴേക്ക് എന്താ വരുന്നത്? വൃക്കാനളിക വരുന്നുണ്ട് അല്ലെ. ആ വൃക്കാനളികയിലേക്ക്, വൃക്കാനളികയിൽ നിന്നും എങ്ങോട്ടേക്കാ പോവാ? ശേഖരണ നാളിയിലേക്ക് പോവാ അല്ലെ. ശേഖരണ നാളിയിൽ ശരിക്കും പറഞ്ഞാല് മൂത്രമാണ് വരുന്നത്. അപ്പം വൃക്കാനളികയില് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെ. കുറെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വിറ്റാമിൻസ്, ഇതിനെയൊക്കെ നമ്മുടെ ശരീരത്തിന് വേണം അല്ലെ. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ വൃക്കാനളികയിൽ വെച്ചിട്ട് പുനരാകിരണം ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെ വൃക്കാനളികയിലേക്ക് നമ്മൾ ശ്രവണവും ചെയ്യും. അപ്പം വൃക്കാനളികയിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? പുനരാകിരണവും നടക്കുന്നുണ്ട്, ശ്രവണവും നടക്കുന്നുണ്ട്. ഇനി വൃക്കാനളികയിൽ നിന്നും ശേഖരണ നാളി വഴി, അപ്പം മൂത്രമായി അല്ലെ. മൂത്രമായി, ശ്രവണവും പുനരാകിരണവും കഴിഞ്ഞിട്ട് മൂത്രമായി. അത് പെൽവിസിലേക്ക് പോയി മൂത്രവാഹി വഴി മൂത്രാശയം അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലൂടെ പുറത്തേക്ക് നമ്മള് മൂത്രത്തെ കളയും അല്ലെ. അപ്പം ഇത്രയുമാണ് നമ്മുടെ മൂത്രമായിട്ട് മാറുന്നത് അല്ലെ. ഹൃദയത്തിൽ മഹാധമനിയിൽ നിന്നും വന്നിട്ട് അവസാനം എന്തായിട്ട് പുറത്തേക്ക് പോയി? മൂത്രമായിട്ട് പുറത്തേക്ക് പോയി. ഒന്നും കൂടെ നമുക്ക് ഈ ചാർട്ട് നോക്കാം. മഹാധമനി വൃക്കാധമനിയിലായി, ഗ്ലോമറുലസ് അവിടെ സൂക്ഷ്മ അരിക്കൽ നടന്നിട്ട് അവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യും. അവിടെ നിന്നും അത് വൃക്കാനളികയിൽ പോവും. വൃക്കാനളികയിൽ വെച്ചിട്ട് പുനരാകിരണവും ശ്രവണവും നടക്കും. അവിടെ നിന്നും അത് ശേഖരണ നാളിയിൽ പോവും. ശേഖരണ നാളിയിൽ നിന്ന് മൂത്രമാവും. മൂത്രം പെൽവിസ് വഴി, മൂത്രവാഹി വഴി, മൂത്രാശയം വഴി, മൂത്ര നാളി വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ഇതുവരെ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതിയത്. നിങ്ങൾക്കത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് അല്ലെ. ഓക്കെ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ എല്ലാ ഘടകങ്ങളും മൂത്രത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി റീസൺ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമുക്ക് വേണ്ട സാധനങ്ങളുണ്ട് ഒരുപാട് അല്ലെ, അമിനോ ആസിഡ്, വിറ്റാമിനുകൾ, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. അത് നമുക്ക് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുനരാകിരണം ചെയ്യുന്നുണ്ട്. നെഫ്രോണുകളിൽ നിന്ന് വരുന്ന മൂത്രം പെൽവിസിലെത്തുന്നു. അവിടെ നിന്ന് മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലെത്തി മൂത്രനാള വഴി പുറന്തള്ളപ്പെടുന്നു. ഇത് നമ്മള് ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് മൂത്രത്തിൽ ഇല്ലാത്ത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലെ. വേണ്ട കുറെ സാധനങ്ങളുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? പുനരാകിരണം ചെയ്യും. എന്നിട്ട് വേണ്ടാത്ത സാധനങ്ങളെ നമ്മൾ അങ്ങോട്ടേക്ക് ശ്രവിക്കുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോവാണ് വൃക്കകളുടെ ആരോഗ്യം. ഓക്കെ. ഈ വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ പുറന്തള്ളുന്നു. അപ്പം വൃക്കകൾ എന്ന് പറയുന്നത് വളരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ എന്തോരം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അല്ലെ. നമ്മുടെ ശരീരത്തില് മാലിന്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ മാലിന്യങ്ങളെ അരിച്ച് പുറന്തള്ളുന്നത് ആരാണ്? വൃക്കയിലെ നെഫ്രോണുകളാണ് അല്ലെ. അതിനെ അരിക്കുന്ന പ്രക്രിയ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് യൂറിനാക്കി മാറ്റുന്നുണ്ട് നെഫ്രോണുകൾ അല്ലെ. ആ ഒരു നെഫ്രോൺ അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വൃക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഒരു അരിക്കൽ നടക്കില്ല അല്ലെ. ഈ ഒരു അരിക്കൽ പ്രക്രിയ നടക്കൂല. മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തില് കെട്ടിക്കൂടി അല്ലെ. വിഷാംശമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ ചിലപ്പം നമ്മുടെ ശരീരത്തില് കെട്ടിക്കിടന്നിട്ട് നമുക്ക് ഡെത്ത് സംഭവിക്കാം അല്ലെ, മരണം സംഭവിക്കാം. അപ്പം വൃക്കകൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രപഥത്തിലുള്ള രോഗാണുക്കളെയൊക്കെ നമ്മൾ പുറന്തള്ളുന്നുണ്ട് അല്ലെ. മൂത്രപഥത്തില് ഒരുപാട് രോഗാണുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ ഭാഗം എന്ത് ചെയ്യണം? അവിടുത്തെ രോഗാണുക്കളും കൂടെ അതിന്റെ കൂടെ നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ ദീർഘനേരം മൂത്രമൊഴിക്കാതിരിക്കുന്നത് മൂത്രപഥത്തിൽ കാണാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയും. അപ്പൊ നമ്മള് ക്ലാസ് ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഓരോ അവർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക് തരുന്നുണ്ട് അല്ലെ. വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ടൈം തരുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ കുറേ സമയം മൂത്രമൊഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മൂത്രപഥത്തില് നമുക്ക് നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള രോഗാണുക്കളായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ടാവും അല്ലെ. ആ ബാക്ടീരിയകളൊക്കെ നമ്മൾ മൂത്രം ഒഴിക്കുന്നതിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് കളയുന്നത്. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ രോഗാണുക്കൾ ഉണ്ടാവും, പെരുകും. ഈ രോഗാണുക്കൾ നേരെ നമ്മുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗം നേരെ മൂത്രസഞ്ചി എങ്ങോട്ടേക്കാ കണക്ഷൻ വരുന്നത്? മൂത്രവാഹി എങ്ങോട്ടേക്കാ പോകുന്നത്? പെൽവിസ് വഴി എങ്ങോട്ടേക്കാ കിടക്കുന്നത്? വൃക്കയിലേക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു രോഗാണു അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അൾട്ടിമേറ്റ് ആയിട്ട് എവിടെ രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? വൃക്കകൾക്ക് രോഗം അല്ലെ. വൃക്കകൾക്ക് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. വൃക്കകൾ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അരിക്കൽ പ്രക്രിയ നടക്കുമോ? നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ മൂത്രം ഒഴിക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അണുക്കള് ശരീരത്തിന്റെ ഉള്ളിലേക്ക് വൃക്കകളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യണം മക്കള്? മൂത്രം ഒഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യണം. ഓക്കെ. അപ്പം ഇത് മൂത്രാശയത്തിന്റെ ആന്തരസ്തരത്തിൽ അണുബാധയുണ്ടാക്കുകയും ഗുരുതരമായ വൃക്കാരോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, മൂത്രാശയത്തില് അണുബാധ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അണുബാധ കേറി ലാസ്റ്റ് എവിടേക്കാ എത്തുക? വൃക്കയിലേക്കാണ് ആ അണുബാധ എത്താൻ സാധ്യതയുള്ളത്. മൂത്രപഥത്തിലെ അണുബാധ ഒഴിവാക്കാൻ മതിയായ അളവിൽ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. യഥാസമയം മൂത്രമൊഴിക്കേണ്ടതും ആവശ്യമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കുക. ഈ ഒരു പ്രായത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഇടവേളകളിൽ, വ്യക്തമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ മൂത്രമൊഴിക്കല് ചെയ്യുകയും വേണം. വൃക്കയിലെ കല്ല്, നെഫ്രൈറ്റിസ്, യുറീമിയ മുതലായവ വൃക്കയെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കിഡ്നി സ്റ്റോൺ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. വൃക്കയിൽ കല്ലുണ്ടാവും അല്ലെ. മൂത്രത്തിൽ കല്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ യുറീമിയ, നെഫ്രൈറ്റിസ് അല്ലെ. കിഡ്നിക്ക് ഇൻഫെക്ഷൻ, അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ അതിനാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുക. അപ്പം ഇങ്ങനത്തെ പല രോഗങ്ങൾ വരാനുള്ള
ചാൻസ് ഉണ്ട്. ഇതൊക്കെ വൃക്കയെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ഇനി നമുക്ക് നോക്കുകയാണ് നമ്മുടെ ഇതിനകത്ത് ഏത് ഘടകങ്ങൾ കൂടി മൂത്രത്തില് ഏത് ഘടകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏത് രോഗമാണ്, ഏത് രോഗം വരാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. മൂത്രം നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നില്ലേ, മൂത്രം ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ലേ? അപ്പം ആ മൂത്രം ടെസ്റ്റ് ചെയ്യുന്നത് ആ മൂത്രത്തില് ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു രോഗമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതാണ് മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. യൂറിനില് ഗ്ലൂക്കോസ് കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രമേഹ രോഗത്തിനുള്ള ഒരു സാധ്യത നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നോർമലി നമ്മള് ഗ്ലൂക്കോസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ നടക്കുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് പുനരാകിരണം നടക്കണം അല്ലെ. അപ്പൊ പുനരാകിരണം കറക്റ്റ് അല്ല, അല്ലെങ്കിൽ മൂത്രത്തില് ഗ്ലൂക്കോസ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കാണിക്കുന്നത്? പ്രമേഹ രോഗത്തിന്റെ ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. അതുപോലെ യൂറിനിൽ ആൽബുമിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വൃക്കാരോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത, എന്തെങ്കിലും ഒരു വൃക്കാരോഗമാണ് അവിടെ കാണിക്കുന്നത്. അതിന് ഫിൽട്രേഷൻ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു സൂക്ഷ്മ അരിക്കൽ അത് കറക്റ്റ് ആയിട്ടല്ല നടക്കുന്നതെന്നുള്ളതിന്റെ ഒരു സൂചകമാണ്. അതുപോലെ നമ്മള് മൂത്രം ഒഴിക്കുന്ന സമയത്ത് രക്തം വരികയാണെന്നുണ്ടെങ്കിൽ, രക്തമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു വൃക്കാരോഗത്തിനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം മൂത്രത്തില് രക്തമുണ്ടെങ്കിൽ അത് വൃക്കാരോഗമാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ബില്ലിറുബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബില്ലിറുബിനും ബിലിവേർഡിനും ഉണ്ട് അല്ലെ. അപ്പൊ അത് ബൈൽ പിഗ്മെന്റ് ആണ്. അപ്പൊ പിത്തരസത്തിലുള്ള പിഗ്മെന്റ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ അത് യൂറിനിലെ ബില്ലിറുബിൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ഞപ്പിത്തത്തിനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം യൂറിനില് ബില്ലിറുബിൻ ഉണ്ടെങ്കിൽ അത് മഞ്ഞപ്പിത്തത്തിന്റെ സാധ്യതയാണ്. ഇനി കാൽഷ്യം ഓക്സലേറ്റ് തരികൾ യൂറിനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കല്ലുകൾ അല്ലെ, സ്റ്റോൺ, കിഡ്നി സ്റ്റോണിനെയാണ് കാണിക്കുക അല്ലെ. കാൽഷ്യം എന്ന് പറയുന്നത് കാൽഷ്യം എന്ത് ചെയ്യും, യൂറിനിലെ ബാക്കി ഇതുമായിട്ട് എന്ത് ചെയ്യും, കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. കുറച്ച് ലവണങ്ങളൊക്കെ ആയിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അവസാനം അത് എന്തായിട്ട് മാറും, കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം യൂറിനില് കാൽഷ്യം ഓക്സലേറ്റിന്റെ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കല്ല് അല്ലെ, സ്റ്റോണിന്റെ അസുഖമാണത് കാണിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ പഴുപ്പ് കോശങ്ങൾ അല്ലെങ്കിൽ പസൽസ് അല്ലെ, യൂറിനിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പഴുപ്പ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കോശങ്ങൾ പസൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് പഴുപ്പ് ഉണ്ടാവുക? ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻ അല്ലെ, എന്തെങ്കിലും അണുബാധ ഉണ്ടാവുന്ന സമയത്താണ് അവിടെ പഴുപ്പൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പം യൂറിൻ്റെ അകത്ത് പഴുപ്പ് ഉണ്ടാക്കുന്ന കോശങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൂത്രപഥത്തില് എന്തോ ഒരു അണുബാധ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഘടകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രോഗങ്ങളെയൊക്കെ നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഗ്ലൂക്കോസ് കണ്ടു കഴിഞ്ഞാൽ പ്രമേഹമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആൽബുമിൻ ആണെന്നുണ്ടെങ്കിൽ വൃക്കാരോഗങ്ങൾ കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. രക്തമാണെങ്കിൽ വൃക്കാരോഗങ്ങളാണ്. ബില്ലിറുബിൻ ആണെങ്കിൽ മഞ്ഞപ്പിത്തമാണ്. കാൽഷ്യം ഓക്സലേറ്റ് തരികളാണെന്നുണ്ടെങ്കിൽ വൃക്കയിലെ കല്ലാവാനുള്ള സാധ്യതയുണ്ട്. ഇനി പഴുപ്പ് കോശങ്ങളാണെന്നുണ്ടെങ്കിൽ മൂത്രപഥത്തിലെ അണുബാധയാവാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് ഹീമോഡയാലിസിസ്. കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഡയാലിസിസ് എന്നൊക്കെ പറയും അല്ലെ. ഡയാലിസിസ് അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് കേട്ടിട്ടില്ലേ? എന്താ അവിടെ നടക്കുന്നത്? ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായാൽ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ തടസ്സപ്പെടും. ഇപ്പം നമുക്ക് ഒരു കിഡ്നി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കിഡ്നി ഉണ്ട് അല്ലെ, നമുക്ക് 2 കിഡ്നികളുണ്ട് അല്ലെ. അപ്പം ഒരു കിഡ്നിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, വേറൊരു കിഡ്നി ഉണ്ട്. പക്ഷെ ആ ഒരു കിഡ്നി എന്ന് പറയുന്നതും എന്താണ്, അപ്പൊ അത് ഓവർലോഡ് ചെയ്യേണ്ടി വരും അല്ലെ, കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വരും, കൂടുതൽ പണി ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ 2 ആൾക്കാർ ഒരു ജോലി ചെയ്യാനുള്ളാകുമ്പോൾ ഒരാൾ കുറച്ച് പണി ചെയ്താൽ മതി. ഇനി 2ൽ ഒരാള് ലീവായി കഴിഞ്ഞ് അപ്പം ഒരാൾ തന്നെ കംപ്ലീറ്റ് ജോലിയും ചെയ്യേണ്ടി വരും. അപ്പം മറ്റേ ആ എക്സസ് ചെയ്യുന്ന ഒരാൾക്ക് അതൊരു അധിക പണി ആയിരിക്കും അല്ലെ. അതെ, എന്നിരുന്നാലും 2 വൃക്കകളും തകരാറിലായി കഴിഞ്ഞു കഴിഞ്ഞാല് രക്തത്തില് മാലിന്യങ്ങളെ നീക്കം ചെയ്യാന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്തായിട്ട് മാറും? ബുദ്ധിമുട്ടിലാവും അല്ലെ. 2 വൃക്കകളും ഇല്ലാതെ രക്തത്തിലുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റും? ആരുമില്ല അല്ലെ. ശരീരത്തിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. തന്മൂലം വിസർജ്യ വസ്തുക്കൾ
അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. ഇത് ആന്തര സമസ്ഥിതിയെ തകർക്കും. അപ്പൊ നമ്മൾ ആ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ രക്തത്തിൽ തന്നെ കിടക്കും, ഒന്നും അരിച്ചു മാറ്റാൻ പറ്റുന്നില്ല, മാലിന്യമായിട്ട് രക്തത്തിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷിക്കാനാണ് ഹീമോഡയാലിസിസ് നടക്കുന്നത്. അപ്പം അത് കറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മരിക്കും അല്ലെ. നമ്മുടെ ശരീരത്തില് ആ ഒരു സന്തുലിത അവസ്ഥയുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തില് ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഹീമോഡയാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ 2 വൃക്കകൾ എന്താവണം, തകരാറിലാവണം. നമുക്കിനി രക്തം ശുദ്ധീകരിച്ചിട്ട് മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഇനി ഒരു ഓപ്ഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഹീമോഡയാലിസിസ് നടത്തുന്നത്. ഇനി മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ, ഈ വാക്ക് നിങ്ങൾ ഓർത്തിരിക്കാം. ഹീമോഡയാലിസിസ് എങ്ങനെയാണെന്നാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം നമ്മുടെ ശരീരത്തിൽ, ഇപ്പൊ 2 വൃക്കകളും കംപ്ലൈന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ കൂടിയ രക്തമായിരിക്കുമല്ലോ. ആ രക്തത്തിനെ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചേർക്കാം, ഹെപ്പാരിൻ എന്ന് പറയുന്ന സാധനം ചേർക്കണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് രക്തം എന്ന് പറയുന്നത് കട്ട പിടിച്ചിട്ടാണോ ഇരിക്കുന്നത്? അല്ലെ, നമ്മുടെ ശരീരത്തില് രക്തം കട്ട പിടിച്ചിട്ടല്ല ഇരിക്കുന്നത്. നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള രക്തത്തെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്ക് കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് പുറത്തേക്ക് ഒഴുകി വന്ന് കുറച്ച് കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കും അല്ലെ. പുറത്തേ ഭാഗത്ത് രക്തത്തിന്റെ ഒരു കട്ട ഉണ്ടാവും. ആ കട്ട പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന സമയത്ത് രക്തം എന്ത് ചെയ്യും, കട്ട പിടിക്കും. അപ്പം ആ ഒരു കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചേർക്കുന്നത്, ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ചേർക്കും. അപ്പം മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ ചേർത്ത ശേഷം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും. ഇതിന്റെ ഒരു ചിത്രമുണ്ട്. ഡയാലിസിസ് യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ മാലിന്യങ്ങളുള്ള രക്തം എന്ത് ചെയ്യാണ്, കട്ട പിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ ചേർത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്, ഇതൊരു ഡയാലിസിസ് യൂണിറ്റ്, ഇതിലേക്ക് എന്ത് ചെയ്യാണ്, കടത്തിവിടും. നമ്മൾ രക്തത്തെ കടത്തിവിടും. അതിനുശേഷം ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രവത്തിലേക്ക് വ്യാപിക്കുന്നു. ഈ ദ്രവത്തെ യഥാസമയം നീക്കം ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ എന്തുണ്ടാ, ഡയാലിസിസ് ദ്രവമുണ്ട് അല്ലെ. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന ഡയാലിസിസ് ദ്രവമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഡയാലിസിസ് യൂണിറ്റിലൂടെ നമ്മളുടെ വിസർജ്യ വസ്തുക്കൾ കൂടുതലുള്ള, മാലിന്യങ്ങൾ കൂടുതലുള്ള രക്തം ഇവിടുന്ന് ഹെപ്പാരിൻ ചേർത്ത് കടത്തി കഴിയുമ്പോൾ ഇതിനകത്തുള്ള മാലിന്യങ്ങള് ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പോകും. നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യും, അതിനെ മാറ്റിക്കളയും. ഓക്കെ, അപ്പൊ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ വേണം, നമ്മൾ പുറത്ത് കൊണ്ടുവന്ന്, നമുക്ക് ഉള്ളിൽ വേറെ സംവിധാനങ്ങളൊന്നുമില്ല രക്തത്തെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ രക്തത്തിനെ പുറത്തേക്ക് എടുത്തിട്ട് പുറത്ത് ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ രക്തത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദ്രവത്തെ നമ്മൾ യഥാസമയം, ആ വേസ്റ്റിനെയൊക്കെ നമ്മൾ യഥാസമയം തന്നെ നീക്കം ചെയ്യുന്നു. ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിൽ നമ്മൾ ആന്റി ഹെപ്പാരിൻ ചേർത്തിട്ട് തിരികെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഡയാലിസിസ് യൂണിറ്റിലാണ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റേജ് ഇതാണ്, ഹെപ്പാരിൻ ചേർത്തിട്ട് ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും. അതിനുശേഷം ഇവിടുന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിവിടും. അപ്പം വൃക്കകളും ആന്റി ഹെപ്പാരിനും കൂടെ ചേർത്തിട്ട് വൃക്കകളും തകരാറിലായിട്ടുള്ള ഒരാൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയാലിസിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ. രക്തത്തിന്റെ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഹീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം എന്നാണ് അർത്ഥം. അതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീമോഡയാലിസിസ് ചെയ്യുന്നു. ഇത്രയാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പേഷ്യന്റിന്റെ എന്ത് നോക്കണം, പ്രഷർ നോക്കണം, പ്രഷർ മോണിറ്ററിങ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്,
ഹീമോഡയാലിസിസ്. അപ്പം ഹീമോഡയാലിസിസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ വൃക്ക മാറ്റിവെക്കൽ കേട്ടിട്ടുണ്ടോ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ വൃക്ക മാറ്റിവെക്കുക എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഡയാലിസിസിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൃക്കകളെ മാറ്റിവെച്ചാൽ മതി. വൃക്കകളെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ അല്ലെ, ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വൃക്ക കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൃക്ക മാറ്റിവെക്കുന്ന സമയത്ത് ജീവനുള്ള ഒരാളുടെ ശരീരത്തില് 2 വൃക്കകളുണ്ട് അല്ലെ. അപ്പം ഒരാളുടെ ശരീരത്തിലെ 2 വൃക്കകളും കേടാണെന്നുണ്ടെങ്കിൽ ഈ 2 വൃക്കകൾ, നല്ല ആരോഗ്യമുള്ള 2 വൃക്കകളുള്ള ഒരാള് ഇയാളുടെ ഒരു വൃക്ക എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. 2 വൃക്കകളും കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരാൾക്ക്, ജീവനുള്ള ഒരാൾ എന്ത് ചെയ്യാണ്? വൃക്ക ദാനം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഈ ദാനം ചെയ്യുന്ന ആളും എന്ത് ചെയ്യണം? ഒരു സർജറി ചെയ്യണം അല്ലെ. ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ ശരീരത്തിനുള്ളിലുള്ള വൃക്ക എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ 2 വൃക്കകളും കേടായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര നല്ലൊരു പ്രവൃത്തിയാണ് അല്ലെ, എത്ര ഒരു സാക്രിഫൈസ് ആണ് അല്ലെ, ത്യാഗമാണ് അല്ലെ അത്. ഓക്കെ, അപ്പം വൃക്ക എന്ത് ചെയ്യും? ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന്, ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ വൃക്ക എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇയാൾക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും. സോ ഇതാണ് വൃക്ക മാറ്റിവെക്കൽ. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ? 4 കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നത്. ആദ്യത്തത് ദാതാവ്. ആരാണ് ദാതാവ്? ആർക്കാണ് വൃക്ക കൊടുക്കാൻ പറ്റുക? എല്ലാ ആൾക്കാർക്കും വൃക്ക കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്ക് മാച്ചിങ് നോക്കണം അല്ലെ. അത് അയാളുടെ ശരീരത്തിന് ചേരുന്നതാണോ അല്ലയോ എന്ന് നോക്കണം. ചേരുന്നതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം പറ്റും? ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലെ. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മരിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അതായത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ ശരീരത്തിലേക്ക് എന്തൊരു സാധനം അല്ലെ, പുതിയൊരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല്, ഏതൊരാളാണോ അയാളുടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ല അത് എന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അതിനെ റിജക്ട് ചെയ്യും അല്ലെ. ഇത് നിന്റെ ശരീരമല്ല, നീ ഇവിടെയല്ല നിൽക്കുന്നത്. നമ്മൾ ശരീരം വിചാരിക്കും അതൊരു രോഗം കൊണ്ടുവന്ന രോഗാണു ആണെന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അതിനെതിരെ പ്രതികരിക്കും. പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? അതിനെന്താ ഇപ്പം റിജക്ട് ചെയ്യും. പിന്നെ ഒന്നും നമുക്ക് ശരീരത്തിൽ വർക്കാവുകയില്ല, നമ്മള് മരണത്തിലേക്ക് പോകും. അപ്പം അതാണ് ദാതാവ് എന്ന് പറയുന്നത്. ദാതാവ് എങ്ങനെയായിരിക്കണം? പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാളായിരിക്കണം. പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അപകടത്തിൽപ്പെട്ടോ മറ്റോ മരണപ്പെട്ട ആള്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരാണ് ദാതാവായിട്ട് വൃക്ക സെലക്ട് ചെയ്യുന്നത്. മുന്നൊരുക്കം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മള് വൃക്ക മാറ്റിവെക്കൽ ചെയ്യുന്നത്? വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നോക്കേണ്ടത്? ആദ്യത്തത് രക്തഗ്രൂപ്പ് മാച്ചിങ് ആണോ നോക്കണം. ഓക്കെ, അപ്പം രക്തഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് മാച്ച് ആവണം. 2 ആൾക്കാർ, ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും, ദാതാവും സ്വീകരിക്കുന്ന ആൾക്കാരും തമ്മിൽ രക്തഗ്രൂപ്പിന്റെ മാച്ചിങ് ഉണ്ടാവണം. ടിഷ്യൂ മാച്ചിങ് ഉണ്ടാവണം. ക്രോസ് മാച്ചിങ് ഉണ്ടാവണം. അപ്പം ഇത്രയും മാച്ചിങ് ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ഒരാളുടെ വൃക്ക എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ശസ്ത്രക്രിയ ചെയ്യണം അല്ലെ. ശസ്ത്രക്രിയ ചെയ്യണം, സർജറി ചെയ്യണം. ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ദാതാവിൽ നിന്നെടുത്ത വൃക്കയുടെ രക്തക്കുഴലുകളോ മൂത്രവാഹിയും സ്വീകർത്താവിൻ്റെതുമായിട്ട് യോജിപ്പിക്കുന്നു അല്ലെ. നമ്മുടെ ദാതാവിൽ നിന്ന് എടുത്തിട്ട് സ്വീകർത്താവിന് വൃക്ക ശസ്ത്രക്രിയ വഴി എന്ത് ചെയ്ത് കൊടുക്കും? വെച്ചു കൊടുക്കും. അതിനുശേഷം ശസ്ത്രക്രിയക്ക് ശേഷം ഉള്ള സമയം എന്ന് പറയുന്നത് ശസ്ത്രക്രിയേക്കാളും നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ് ശസ്ത്രക്രിയക്ക് ശേഷമുള്ള സമയം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാളുടെ ശരീരത്തിൽ പുതിയൊരാൾ വരികയാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളടുത്ത്, പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ഇതെന്തോ രോഗമാണ് അല്ലെങ്കിൽ ഇതെന്റെ ശരീരത്തിലുള്ള സാധനമല്ല എന്ന് കരുതിയിട്ട് സ്വീകർത്താവിന്റെ ശരീരം എന്ത് ചെയ്യും? അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റിജക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. അതിനെ എന്ത് ചെയ്യാം? തള്ളി പുറത്തേക്കാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്? അയാൾക്ക് കിഡ്നിയും കിട്ടില്ല, അയാളുടെ മൊത്തം ഡെത്തിലേക്ക് അത് പോകും അല്ലെ. കിഡ്നിയും കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞാല്. അപ്പം ശസ്ത്രക്രിയക്ക് ശേഷം പ്രതിരോധത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. കാരണം ഇയാൾക്ക് പ്രതിരോധത്തെ നമ്മൾ കുറയ്ക്കണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിരോധ ശേഷി അപ്പൊ കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സാധനം പുറത്തുനിന്ന് വന്ന സാധനമാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്രതിരോധ ശേഷി ഉപയോഗിച്ചിട്ട് ആ ഒരു സാധനം ഇല്ലാണ്ടാക്കി കളയും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രതിരോധത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നുകൾ ശസ്ത്രക്രിയക്ക് ശേഷം കൊടുക്കണം.
അതുപോലെ തന്നെ തുടർ പരിശോധന ആവശ്യമാണ്. നമ്മൾ പീരിയോഡിക് ആയിട്ട് എന്ത് ചെയ്യണം? തുടർ പരിശോധന. നമ്മൾ കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടർ പരിശോധന ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ദാതാവ് എങ്ങനത്തെ ആളായിരിക്കണം? ആരോഗ്യവാനായിട്ടുള്ള ആളായിരിക്കണം. ഇനി മാച്ചിങ് നോക്കണം, അല്ലെ? ബ്ലഡ് മാച്ചിങ് നോക്കണം, ടിഷ്യൂ മാച്ചിങ് നോക്കണം, ക്രോസ് മാച്ചിങ് ഒക്കെ നോക്കണം. അത് കഴിഞ്ഞ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ദാതാവിന്റെ ശരീരത്തിൽ നിന്നും സ്വീകർത്താവിന്റെ ശരീരത്തിലേക്ക് എടുത്തു മാറ്റും. രക്തക്കുഴലും മൂത്രവാഹി ഉൾപ്പെടെ എന്ത് ചെയ്യും? എടുത്തിട്ട് മാറ്റും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രതിരോധത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യണം. തുടർ ചികിത്സയും എന്താണ്? ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൃക്ക മാറ്റിവെക്കൽ. അപ്പൊ നമുക്ക് വൃക്കയ്ക്ക് തകരാറുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു. ഹീമോഡയാലിസിസും പഠിച്ചു, വൃക്ക മാറ്റിവെക്കലും പഠിച്ചു, അല്ലെ? 2 കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇനി ഓരോരോ ജീവികളിലും ഏതൊക്കെ അവയവങ്ങളാണ് ഈ ഒരു അരിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു വിസർജനം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? അവരുടെ വിസർജ്യ വസ്തു എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റത്തത് അമീബ. അമീബയുടെ മുഖ്യ വിസർജ്യ വസ്തു എന്ന് പറയുന്നത് അമോണിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അടുത്ത് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കോളാണ് കേട്ടോ. അപ്പം അമീബയുടെ മുഖ്യ വിസർജ്യ വസ്തു അമോണിയയാണ്. അതിന് ഉള്ള മുഖ്യ വിസർജന അവയവത്തിന്റെ പേര് സങ്കോചഫേനം എന്നാണ്. സങ്കോചഫേനം, കോൺട്രാക്ടൈൽ വാക്യൂൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പം സങ്കോചഫേനമാണ് അമീബയുടെ മുഖ്യ വിസർജന അവയവം. ഇനി മണ്ണിരയ്ക്ക് മെയിൻ ആയിട്ടും യൂറിയയാണ് വിസർജ്യ വസ്തു എന്ന് പറയുന്നത്. ആൻഡ് മണ്ണിരയുടെ വിസർജനാവയവം എന്ന് പറയുന്നത് നെഫ്രീഡിയയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ വാക്ക്. നെഫ്രീഡിയയാണ് മണ്ണിരയുടെ മുഖ്യ വിസർജന അവയവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഷഡ്പദങ്ങള്, ഇൻസെക്ടുകളിലെ ഷഡ്പദങ്ങളുടെ മെയിൻ ആയിട്ടുള്ള വിസർജ്യ വസ്തു എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് അവർക്ക് എന്താ ഉള്ളത്? മാൽപീജിയൻ നളികകൾ അല്ലെങ്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് അവർക്ക് വിസർജന അവയവമായിട്ട് ഉള്ളത്. മാൽപീജിയൻ നളികകളാണ് ആർക്കുള്ളത്? ഷഡ്പദങ്ങൾക്ക് വിസർജന അവയവമായിട്ട് ഉള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് മത്സ്യമാണ്. മത്സ്യത്തിന് എന്താണുള്ളത്? അമോണിയയാണ്. അത് ചെകിളകൾ വഴിയാണ് അല്ലെ, ശകുലങ്ങൾ അല്ലെങ്കിൽ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? മത്സ്യം വിസർജന അവയവമായിട്ട് കണക്കാക്കുന്നത്. ഇനി തവളയാണെന്നുണ്ടെങ്കിൽ തവളയ്ക്ക് യൂറിയയാണ് വിസർജ്യ വസ്തു. അത് വൃക്ക വഴിയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കളയുന്നത്. ഉരകങ്ങൾ അല്ലെ, പാമ്പ് പോലെ ഇഴഞ്ഞു ജീവിക്കുന്ന ഉരകങ്ങളുണ്ട്. അവർക്ക് യൂറിക് ആസിഡ് ആണ് വിസർജ്യ വസ്തു. അവർക്ക് മൂത്രാശയ സംവിധാനമാണ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ട്? വിസർജ്യ വസ്തുക്കളെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. ഇനി പക്ഷികളുണ്ട്. പക്ഷികൾക്ക് യൂറിക് ആസിഡ് ആണുള്ളത്. അവർക്ക് വൃക്കകളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ അല്ലെ. ഒന്നുകൂടെ നോക്കിക്കേ മക്കളെ. അമീബയ്ക്ക് അമോണിയയാണ്, സങ്കോചഫേനമാണ് അവരുടെ വിസർജന അവയവം. മണ്ണിരയ്ക്ക് യൂറിയയാണ്, മണ്ണിരയ്ക്ക് നെഫ്രീഡിയയുണ്ട്. ഷഡ്പദങ്ങൾക്ക് യൂറിക് ആസിഡ് ആണ്, അവർക്ക് മാൽപീജിയൻ നളികകളുണ്ട്. മത്സ്യം അമോണിയയാണ്, ചെകിളകളുണ്ട്. ആൻഡ് തവളയ്ക്ക് യൂറിയയാണ്, വൃക്ക വഴിയാണ് പോകുന്നത്. ഉരകങ്ങൾക്ക് യൂറിക് ആസിഡ് ആണ്, മൂത്രാശയ സംവിധാനമാണ്. പക്ഷികൾക്ക് യൂറിക് ആസിഡ് ആണ്, വൃക്ക വഴിയാണ് പക്ഷികൾ പുറത്തേക്ക് വിടുന്നത്. അപ്പം ബാക്കിയുള്ള ജീവികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മള് ചെടികളില് ഇതിനു വേണ്ടിയിട്ട്, സസ്യങ്ങളില് ഇതിനു വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് ഉള്ളത്? വിസർജ്യ വസ്തുക്കളെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് സസ്യങ്ങൾക്ക് എന്ത് സംവിധാനമാണ് ഉള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഖരമാലിന്യങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെ, നല്ല കുറച്ചു കട്ടിയുള്ള ഖരമാലിന്യങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനത്തെ മാലിന്യങ്ങളാണെന്നുണ്ടെങ്കിൽ റെസിൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അല്ലെങ്കിൽ ഇതിന്റെ പുറം തൊലി അല്ലെങ്കിൽ പഴുത്ത ഇലകളും കായ്കളൊക്കെ ആയിട്ട് കൊഴിയുന്നുണ്ട്. അല്ലെങ്കിൽ മരങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് കാതൽ അല്ലെ, മരത്തിന്റെ കാതൽ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ കാതൽ രൂപീകരണം, ഈ ഒരു മെത്തേഡിലാണ് ഇവര് ഖരമാലിന്യങ്ങളെ പുറത്തേക്ക് കളയുന്നത്. അപ്പം ഇല കൊഴിയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാലിന്യങ്ങളാണ് പോകുന്നത് അല്ലെ, മാലിന്യങ്ങളാണ് പോകുന്നത്. അപ്പം ഖരമാലിന്യങ്ങളാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങള് റെസിനുകൾ, പുറം തൊലി, പഴുത്ത ഇലകളും കായ്കളും കൊഴിയൽ,
കാതൽ രൂപീകരണം. ഇത്രയുമാണ് ഖരമാലിന്യങ്ങളെ പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജലം ലവണങ്ങളാണെങ്കിൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് അല്ലെ ഈ വാക്ക്. ഹൈഡത്തോടുകൾ, ഹൈഡത്തോട് വഴിയാണ് ജലവും ബാക്കി ലവണങ്ങളെയും സസ്യങ്ങള് പുറന്തള്ളുന്നത്. ഹൈഡത്തോടുകളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡത്തോടുകൾ വഴിയാണ് സസ്യങ്ങള് ജലവും ലവണങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് കളയുന്നത് ഹൈഡത്തോടുകൾ വഴിയാണ്. അതുകൂടാതെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം അല്ലെ, വാട്ടറിന്റെ ബാഷ്പം, ജലത്തിന്റെ ബാഷ്പം അല്ലെ, ആവിയായിട്ടൊക്കെ ജലം പോകുന്നത് എന്ത് വഴിയാണ്, സ്റ്റൊമാറ്റയും ലെന്റിസെല്ലും വഴിയാണ്. ഓക്കെ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം ഇവയെ സസ്യങ്ങൾ പുറത്തേക്ക് കഴിയുന്നത് സ്റ്റൊമാറ്റ വഴിയും ലെന്റിസെൽ വഴിയുമാണ്. അപ്പം ഖരമാലിന്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, റെസിനുണ്ട്, പുറന്തലിയുണ്ട്, കാതൽ രൂപീകരണമുണ്ട്, അതായത് പഴുത്ത ഇലകളും കായ്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇനി ബാക്കി ജലവും ലവണങ്ങളും ആണെങ്കിൽ സസ്യങ്ങൾക്ക് ഹൈഡത്തോടുകളുണ്ട്, അതുവഴിയാണ് പുറത്തേക്ക് കളയുന്നത്. ഇനി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾക്ക് സ്റ്റൊമാറ്റയും ലെന്റിസെല്ലും ഉണ്ട്. അപ്പൊ അതുവഴിയാണ് പുറത്തേക്ക് കളയുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഇത്തരം മാലിന്യങ്ങളെ സസ്യങ്ങള് റിമൂവ് ചെയ്യുന്നത്. അല്ലാതെ സസ്യത്തിന് പ്രത്യേകമായിട്ട് നമുക്കുള്ളത് പോലെ ഒരു വിസർജന വ്യവസ്ഥയൊന്നുമില്ല അല്ലെ. നമുക്ക് വൃക്കകളും അതുമായിട്ട് അനുബന്ധിച്ച് നെഫ്രോണുകളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് ഇല്ല. ഇനി ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണല്ലേ നമ്മുടെ ശരീരത്തില്. കരൾ അല്ലെ. കരള് എന്താ ചെയ്യാം, കരള് മെറ്റാബോളിസത്തെ നിയന്ത്രിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു അല്ലെ, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമോണിയയെ എന്താക്കി മാറ്റുന്നുണ്ട് കരള്, അമോണിയയെ യൂറിയയാക്കിയിട്ട് മാറുന്നുണ്ട്. അമോണിയ എന്ന് പറയുന്നത് നല്ല ഒരു വിഷ സ്വഭാവം കൂടിയിട്ടുള്ള സാധനമാണ്. അതിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് എൻസൈമുകളുടെ സഹായത്താൽ യൂറിയയാക്കി മാറ്റുന്നുണ്ട്. അപ്പം കരൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി ഇതെങ്ങനെയാണ്, കരൾ ഉണ്ടാവുക ഒരു ത്രികോണാകൃതിയിലാണ് ഉണ്ടാവുക ഏറെക്കുറെ. അത് നമ്മുടെ വലതുഭാഗത്താണ് ഉണ്ടാവുക. ഓക്കെ, വലതുഭാഗത്ത് ഉദരാശയത്തില് വലതുഭാഗത്തിലായിട്ടാണ് കരൾ കാണപ്പെടുന്നത്. ഇത് മെറ്റാബോളിസത്തിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കിഡ്നികളെ പറ്റി അല്ലെങ്കിൽ വൃക്കകളെ പറ്റി ഇനി കൂടുതൽ ഒന്നും പറയാനില്ല അല്ലെ. വൃക്കകള് നമുക്കൊരു ഒരു ജോഡി വൃക്കകളുണ്ട്. ഓരോ സൈഡിലും 12 ലക്ഷം നെഫ്രോണുകളും ഉണ്ട് അല്ലെ. അപ്പം ഇത് ജലലവണ സന്തുലനം ചെയ്യുന്നുണ്ട് അല്ലെ. വൃക്കകള് നമ്മളത് കണ്ടു, മൂത്രം രൂപപ്പെടുന്നു അല്ലെ. ജലം മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് പോകുന്നുണ്ട്, വേനൽക്കാലത്താണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മൂത്രം അല്ലെ. അപ്പൊ ജലത്തിന്റെ ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ പാലിക്കുന്നതിൽ ആർക്ക് നല്ലൊരു റോളുണ്ട്, വൃക്കകൾക്ക് നല്ല റോളുണ്ട്. ഇത് വൃക്കകളാണ്. വൃക്കകൾക്ക് നല്ലൊരു റോളുണ്ട്. പിന്നെ രക്തസമ്മർദ്ദ ക്രമീകരണം, pH ക്രമീകരണം, പിന്നെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. pH ക്രമീകരണം നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം. ജല ലവണ സന്തുലനം, pH ക്രമീകരണം, മാലിന്യങ്ങളെ പുറന്തള്ളുന്നു, രക്തസമ്മർദ്ദ ക്രമീകരണം. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യുക, വൃക്കയുമായി ബന്ധപ്പെട്ട് വൃക്ക ചെയ്തു തരുന്ന ഹെൽപ്പുകളായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇത് നമ്മളുടെ ശ്വാസകോശമാണ് അല്ലെ. ശ്വാസകോശം അഥവാ ലങ്സ്. ശ്വാസകോശം, ഈ ശ്വാസകോശം എന്താ ചെയ്തു തരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളൽ പ്രധാനപ്പെട്ടത് അല്ലെ. നമ്മൾ ശ്വാസകോശം വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നുണ്ട്, ഓക്സിജന്റെ തോത് ക്രമീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ pH ക്രമീകരണവും ആര് ചെയ്യുന്നതാണ്, ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ്. അപ്പൊ ശ്വാസകോശം എന്തൊക്കെയാണ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നുണ്ട്, ഓക്സിജന്റെ തോത് ക്രമീകരിക്കലുണ്ട്, അതുപോലെ തന്നെ pH ക്രമീകരണവും ചെയ്യുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഓർഗനാണ് ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ അല്ലെ.
സ്കിന്ന്, നമ്മുടെ സ്കിന്നിന്റെ ലേയേഴ്സ് ഇങ്ങനെയാണ് വരയ്ക്കുക, സ്കിൻ ഇങ്ങനെയാണ് വരയ്ക്കുക. ആൻഡ് ഈ ഒരു സ്കിന്നില് നമ്മുടെ താപനില അല്ലെ, നമുക്ക് നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ സ്കിൻ അതിനനുസരിച്ച് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും നമ്മുടെ ശരീരത്തില്. അതുപോലെ തന്നെ ചൂടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്കിന്ന് നമ്മളെ മാക്സിമം നമ്മളെ വിയർത്തിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ജലലവണ ക്രമീകരണം. അപ്പം ഈ ഒരു വിയർപ്പിലൂടെ പോകുന്നത് ജലവും ലവണവുമാണ് അല്ലെ. അപ്പൊ അതിനെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ത്വക്കാണ് അല്ലെ, സ്കിന്നാണ്. അപ്പം ജലലവണ സന്തുലനത്തിനും അല്ലെങ്കിൽ ജലലവണ ക്രമീകരണത്തിനും താപനില ക്രമീകരണത്തിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ത്വക്ക്. അപ്പം 4 ആൾക്കാരെ നമ്മളിപ്പോ കണ്ടു. കരള് കണ്ടു, വൃക്കകള് കണ്ടു, ശ്വാസകോശം കണ്ടു, ത്വക്കും കണ്ടു അല്ലെ. അപ്പൊ അത് ഓരോന്നും ചെയ്യുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഇനി ടിഷ്യൂദ്രവത്തിന്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു. യഥാസമയം ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ അവസ്ഥ കറക്റ്റ് ആയിട്ട്, ടിഷ്യൂ ഫ്ലൂയിഡ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടിഷ്യൂ ഫ്ലൂയിഡ് കറക്റ്റ് ആണെങ്കിൽ, അതിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആണെങ്കിലേ നമുക്ക് ഈ കോശങ്ങൾക്കൊക്കെ രക്തത്തിൽ നിന്നും ഓക്സിജൻ എടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം, ന്യൂട്രിയൻസ് എടുക്കാനൊക്കെ ആര് വേണം? ഈ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെ, കോശദ്രവം ആവശ്യമാണ്. അപ്പം അതിന്റെ ഘടന കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ. ഇനി ആന്തര പരിസ്ഥിതി പോലെ തന്നെ ബാഹ്യ പരിസ്ഥിതിയും വളരെ പ്രാധാന്യം അർഹിക്കുന്നു അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള ഒരു സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള ഭാഗത്തെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പം ഉൾഭാഗത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഹൈജീനിക്കും കാര്യങ്ങളല്ലേ, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു, നല്ല വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അന്തരീക്ഷം മലിനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണവും മലിനമായിരിക്കും, നമ്മൾ കഴിക്കുന്ന വെള്ളവും മലിനമായിരിക്കും. ഇനി അതല്ല, നമ്മൾ കഴിക്കുന്ന പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം മലിനമായിരിക്കും. നമ്മൾ എടുക്കുന്ന ഓക്സിജൻ എന്താണ്? മലിനമായി. നമ്മൾ എടുക്കുന്ന വായു പോലും എന്തായി പോവും? മലിനപ്പെട്ടു പോവും അല്ലെ. അപ്പം നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, മരങ്ങളൊന്നുമില്ല, മരങ്ങളൊക്കെ വരണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്, കുറേ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അല്ലെ. മുത്തച്ഛന്റെ കൂടെ കൈ പിടിച്ച് പോകുന്ന ഒരു മോളുണ്ട്. പിന്നെ എന്താ, കുറെ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുറെ ഫാക്ടറി ഉണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ പുക പോകുന്നുണ്ട്, വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്, പട്ടികളൊക്കെ വന്ന് നോക്കുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഒരു പിക്ചർ അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് ആണ്. ആൻഡ് ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഹ്യ പരിസ്ഥിതി അല്ലെ, പുറത്ത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം, നമ്മുടെ പരിസരവും കൂടെ എന്ത് ചെയ്യണം? വൃത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരം പോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ പുറത്തെ സൗകര്യങ്ങളും അല്ലെ. അപ്പം ജീവജാലങ്ങളുടെ സുസ്ഥിതിക്ക് ബാഹ്യ പരിസരം മാലിന്യമുക്തമായി സംരക്ഷിക്കണം. അതിനുള്ള മനോഭാവം ഓരോരുത്തരിലും രൂപപ്പെടണം. ആരോഗ്യപരമായ ജീവിതത്തിന് ബാഹ്യ പരിസ്ഥിതിയുടെയും ആന്തര പരിസ്ഥിതിയുടെയും സുസ്ഥിതി അനിവാര്യമാണ്. ബാഹ്യ പരിസരം മാലിന്യമുക്തമാക്കി സൂക്ഷിക്കേണ്ടതും ആന്തര പരിസ്ഥിതിയുടെ താളം തെറ്റാതെ ജീവിത രീതി പിന്തുടരേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ജീവിതശൈലി നമുക്ക് അനുവർത്തിക്കാം. അപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യവും നമ്മൾ കാത്തു സൂക്ഷിക്കണം, നമ്മളുടെ പരിസരത്തിന്റെ ആരോഗ്യവും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു പാഠം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ശ്വസനവും വിസർജനവും. അപ്പം ഇതിനകത്ത് പഠിച്ച കാര്യങ്ങള് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത് ശ്വസനം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു അല്ലെ. ശ്വസനം, അതിനകത്ത് കുറെ കാര്യങ്ങൾ അല്ലെ, വെന്റിലേഷനും ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസർജനവും പഠിച്ചു. ശ്വസനവും പഠിച്ചു, വിസർജനവും പഠിച്ചു. അതിനകത്ത് ഓക്സിജൻ എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്നത്, ശ്വസനത്തില് അതിനു വേണ്ടി സഹായിക്കുന്ന ആൾക്കാര്, ശ്വാസകോശം അല്ലെ, നമ്മുടെ ശ്വസന വ്യവസ്ഥ പഠിച്ചു. എങ്ങനെയാണ് ആൽവിയോലസിൽ നിന്നും രക്തലോമികകളിലേക്ക് രക്തം അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ഓക്സിജനെ എടുക്കുന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ടിഷ്യൂ കോശത്തിന്റെ അടുത്തെത്തുന്ന സമയത്ത് അതിന്റെ വിനിമയം എങ്ങനെയാണ് നടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ആൽവിയോലസിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ സെല്ലിൽ അല്ലെ, കോശത്തിന്റെ ഉള്ളില്
എങ്ങനെയാണ് കോശശ്വസനം നടക്കുന്നത്, ഗ്ലൈക്കോളിസിസും ക്രാബ് സൈക്കിളും അല്ലെ, ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കോശശ്വസനം എന്ന് പറയുന്ന സാധനം കറക്റ്റ് പഠിച്ചു. സസ്യങ്ങളിലും മറ്റു ജീവികളിലും എങ്ങനെയാണ് ശ്വസനം നടക്കുന്നതെന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ വിസർജനത്തിലേക്ക് വന്നു. വിസർജനത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന വൃക്കകളെ പറ്റിയും നെഫ്രോണുകളെ പറ്റിയും പഠിച്ചു. മൂത്രം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പഠിച്ചു അല്ലെ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു. ബാക്കിയുള്ള ജീവികളിൽ എങ്ങനെയാണ് വിസർജനം നടക്കുന്നത്, സസ്യങ്ങളിൽ എങ്ങനെയാണ് വിസർജനം നടക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി. നമ്മുടെ ശരീരം എങ്ങനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മൂത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഘടകങ്ങൾ കാണും, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഹീമോഡയാലിസിസും വൃക്ക മാറ്റിവെക്കലും നമ്മൾ പഠിച്ചു. ആന്തര പരിസ്ഥിതിയും ബാഹ്യ പരിസ്ഥിതിയും ഒരുപോലെ സംരക്ഷിക്കണമെന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മക്കൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക. നെഫ്രോണിന്റെ ഒക്കെ ചിത്രം നിങ്ങൾ നന്നായിട്ട് വരച്ചിട്ട് പഠിക്കുക. നമ്മളുടെ ശ്വസന വ്യവസ്ഥയുടെ ആ ഒരു പാത്വേ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. എല്ലാം ചിത്രം തന്നിട്ട് നിങ്ങളടുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ പഠിക്കുക കേട്ടോ. താങ്ക് യു.